അപ്പോൾ ഏത് പാട്ടാണ് നമുക്ക്? അനുരാഗിണി. അനുരാഗിണി. ഈ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ ചെറുപ്പത്തിലൊരു ഒരു അനുഭവം പറയാനുണ്ട്. ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് ഡി സോണൽ കലോത്സവത്തിലെ വലിയേട്ടൻ്റെ ഈ പാട്ട് പാടിയിട്ടാണ് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. അതായത് ചേട്ടൻ്റെ പാട്ട് അനുജൻ പാടി സമ്മാനം കിട്ടുന്നു, അത് തന്നെ വലിയ ഭാഗ്യം. അതെ അതെ. അപ്പൊ ഈ സമ്മാനം കിട്ടിയ കാര്യം ജ്യേഷ്ഠനോട് പറഞ്ഞപ്പോൾ ജ്യേഷ്ഠന്റെ അഭിപ്രായം എന്തായിരുന്നു? പലപ്പോഴും പാട്ട് പാടി കേൾക്കുമ്പോൾ നല്ല അഭിപ്രായം പറയാറുണ്ട്. വല്ലപ്പോഴൊക്കെയാണ് ചേട്ടൻ്റെ മുമ്പിൽ പാടാൻ അവസരം കിട്ടാറ്. ആളെപ്പോഴും പറയുന്നത് എനിക്കറിയുന്ന പോലെയാണ് എൻ്റെ പാട്ടുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരുന്ന പോലെ നിങ്ങൾ പാടിയാൽ മതി. അത് യേശുദാസ് ആയാലും ജയചന്ദ്രനായാലും ശ്രീകുട്ടനായാലും ആരായാലും. അത് ഈ കർക്കശക്കാരൻ എന്ന് ഞങ്ങൾ പറഞ്ഞത് ആക്ച്വലി ദേവരായ മാഷിനെയാണ് ഞങ്ങൾ പറയാറുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യൻ വലിയേട്ടൻ ദേവരാജ മാഷിനെ പിതൃതുല്യനും ഗുരുതുല്യനുമായി കാണുന്ന ഒരാളാണ്. വളരെയേറെ കണക്ഷൻസ് ഉണ്ട്. ഞാൻ പലപ്പോഴും ചെന്നൈയിലേക്ക് എൻ്റെ ജോലി ആവശ്യങ്ങൾക്കായിട്ട് പോകുമ്പോൾ ഇപ്പോഴും ലീലാമണി ചേച്ചിയുടെ അടുത്ത് ദേവരാജ മാഷ് വീട്ടിൽ പോയി ദേവരാജ മാഷ് പ്രിയ പത്നി ലീലാമണി ചേച്ചീനെ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് കഥകളിലേക്ക് തിരിച്ചു വരാം. ഓക്കെ. കായലിൻ പ്രഭാത ഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ. കായലിൻ പ്രഭാത ഗീതങ്ങൾ കേൾക്കുമീ തുഷാരമേഘങ്ങൾ. നിറമേകും ഒരു വേദിയിൽ കുളിരോലും ശുഭവേളയിൽ പ്രിയതേ മമ മോഹം നീയറിഞ്ഞു, മമ മോഹം നീയറിഞ്ഞു. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. പൂവച്ചൽ ഖാദർ സർ, അതുപോലെ തന്നെ ജോൺസൺ മാഷിൻ്റെ ആ ഒരു കൂട്ടുകെട്ടിലെ ഏറ്റവും മനോഹരമായ പാട്ടുകൾ. ഇത്രയും പ്രണയം നിറഞ്ഞ ഒരു പാട്ട് എങ്ങനെ ഏത് രീതിയിൽ കേട്ട് കഴിഞ്ഞാലും നമുക്ക് ഏത് മൂടി ഇരുന്നാലും പെട്ടെന്ന് ട്രാൻസ്ഫോം ആവും നമ്മൾ ആ ഒരു പ്രണയത്തിലോട്ട്.